തിരുവല്ല മേഖലയിൽ വലിയ പ്രതിസന്ധി തുടരുകയാണ്. നേരത്തെ നമ്മൾ ദൃശ്യങ്ങൾ കണ്ടതാണ്. വിവരങ്ങൾ തത്സമയം പ്രേക്ഷകരിലേക്ക് എത്തിക്കുകയായിരുന്ന അരുൺ ശങ്കറും മാതൃഭൂമി ന്യൂസ് സംഘവും ആളുകൾ വലിയ പ്രതിസന്ധിയിൽ തുടരുകയാണ്. വളഞ്ഞവട്ടത്ത് നിന്ന് ഇപ്പോൾ രാഹുൽ ജി നാഥ് കൂടി നോക്കും ചേർന്ന്. രാഹുൽ, ആ പ്രദേശത്തെ സ്ഥിതി എങ്ങനെയാണ്? ഈ പ്രദേശത്തും ഈ വെള്ളക്കെട്ട് രൂക്ഷമായി തുടരുകയാണ്. ഈ റോഡിലേക്ക് എത്തുന്ന വാഹനങ്ങളൊന്നും നിർത്തി മാത്രമേ പോകാൻ കഴിയൂ. ഇരുചക്ര വാഹനങ്ങൾ പോവുക ബുദ്ധിമുട്ടാണിത്. തിരുവല്ല കായംകുളം ബന്ധിപ്പിക്കുന്ന റോഡാണ്. ഇവിടെ വളഞ്ഞവട്ടത്ത് ഈ പ്രദേശങ്ങളിൽ ഏതാണ്ട് 300-ലധികം വീടുകൾ വെള്ളത്തിനുള്ളിലാണ്. ഈ സ്ഥലത്തൊക്കെ ജീവിക്കുന്ന ആളുകളുടെ അവസ്ഥയെന്ന് പറഞ്ഞാൽ അവർ ഒന്ന് മഴ പെയ്താൽ ആശങ്കയളന്ന് ജീവിക്കുകയാണ്. ആ അളവുകോൽ, ആ ഒരു സ്കെയിൽ നമുക്ക് ഈ റോഡിൽ തന്നെ കാണാൻ കഴിയുന്നുണ്ട്. ആശങ്കയളന്ന് അല്ലെങ്കിൽ എപ്പോഴാണ് വീട്ടിൽ നിന്ന് മാറേണ്ടതെന്നൊക്കെ അവർക്ക് കൃത്യമായ ബോധ്യം വേണം എന്ന് പറയുന്ന അത്രമാത്രം നിസ്സഹായാവസ്ഥയിൽ ജീവിക്കുന്ന മനുഷ്യരാണ്. ഇത് കാണാൻ നമുക്ക്, ഇത് ഫ്ലഡ് സ്കെയിലാണ്. എത്രമാത്രം വെള്ളം ഉയരുന്നു, പ്രളയത്തിൻ്റെ ഈ വെള്ളത്തിൻ്റെ അളവ് എത്രയാണെന്ന് അറിയാനാണ്. അതിൽ ഓഗസ്റ്റ് 2018 രേഖപ്പെടുത്തിയിരിക്കുന്നത് കാണാം. 2018 പ്രളയത്തിൽ അത്രയധികം വെള്ളം, 5 അടിക്ക് മുകളിൽ വെള്ളം ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. നമ്മളിപ്പം എന്തായാലും ഇവിടുത്തെ മെമ്പർ ഷായി ചേട്ടൻ കൂടി ചേരുകയാണ്. ചേട്ടാ, ഇവിടുത്തെ ഒരു അവസ്ഥ തന്നെയാണ്. ഈ പള്ളിയുടെ മുറ്റമാണ്, തൊട്ടപ്പുറത്ത് 300 വീടുകളുണ്ട്. അപ്പുറം 300 വീടുണ്ട്, അതുപോലെ തന്നെ ഇപ്പുറത്തും 300 വീടുകളുണ്ട്. രണ്ട് സൈഡുണ്ട്, രണ്ട് വാർഡിൻ്റെ. ഇത് 2ാം വാർഡിൻ്റെ മെമ്പറാണ് ആർദ്ര ആംഗസ്. ഇപ്പോൾ ഈ പറഞ്ഞതിൻ്റെ അകത്ത് നമ്മളിപ്പോൾ ഇവിടെ ഏകദേശം 1 അടി വെള്ളം ഇപ്പോൾ ഇവിടെ കാണിച്ചേക്കുന്നത്. ഈ 2018 ഫ്ലഡിലെന്ന് പറയുമ്പം 5.5 അടി വെള്ളമായിരുന്നു ഇവിടെ കാണിച്ചത്. ഇപ്പോൾ ഈ 1 അടി വെള്ളം വന്നപ്പോൾ തന്നെ നമ്മുടെ ഭൂരിഭാഗം വീടുകളും മുങ്ങിക്കഴിഞ്ഞു. ഏകദേശം 3/4 ഭാഗത്തോളം വെള്ളം കയറി കഴിഞ്ഞു ഇവിടെ 1 അടി വെള്ളം വന്നപ്പോൾ. അപ്പം 5.5 അടി വെള്ളം വന്ന അന്നത്തെ അവസ്ഥ ഇവിടെ അതിഭീകരമായിരുന്നു ഞങ്ങളുടെയൊക്കെ അവസ്ഥ. ചേട്ടാ, എനിക്ക് തോന്നുന്നു അപ്പുറത്തേക്ക് എന്നാലാണ് അതിൻ്റെ ഒരു രൂക്ഷ ഒരു അവസ്ഥ മനസ്സിലാക്കാൻ കഴിയാൻ തോന്നുന്നു. ഈ റോഡ് മുറിച്ച് കടന്നു കഴിഞ്ഞാൽ നമുക്ക് അത് കാണാൻ കഴിയും. കാരണം ഈ പ്രദേശത്തേക്ക് വള്ളത്തിലാണ് രോഗികളെ ഇറക്കുന്നത്. ആ ദൃശ്യങ്ങളൊക്കെ നമുക്ക് ലഭിച്ചിട്ടുണ്ട്. വെള്ളത്തിലാണല്ലോ രോഗികൾ. അങ്ങ് അകത്തേക്ക് നിറയെ വീടുകളാണ്. ഇത് അകത്തോട്ട് വീടുകളാണ്. അതുപോലെ തന്നെ പമ്പ മണിമലയാറിന്റെ തീരമാണ്. നമുക്ക് ഇപ്രാവശ്യം നമുക്കൊരു വലിയൊരു ഭാഗ്യം ലഭിച്ചെന്ന് പറഞ്ഞാൽ നീണ്ടകരയിൽ നിന്ന് വന്ന ഫിഷിംഗ് ബോട്ട് ഉപയോഗിക്കുന്ന അവർ നമ്മുടെ കൂടെ ഉണ്ടായിരുന്നു. അപ്പോൾ ഇപ്പം നമുക്ക് രോഗിയെ കൊണ്ടുവരാൻ പറ്റിയത് തന്നെ നമുക്ക് അവിടെ നിന്ന് എടുത്തിട്ട് അവരെ പമ്പ മണിമല 6 വഴിയേ ഇവിടെ എത്തിക്കാൻ പറ്റുള്ളൂ. മറ്റുള്ളവരെ നമ്മൾ എത്തിച്ചെന്ന് പറഞ്ഞാൽ ഇവിടുന്ന് അകത്തോട്ട് പോയിട്ട് അവിടെ കുറച്ച് നടന്നായിരുന്നു വന്നുകൊണ്ടിരുന്നത്. പക്ഷേ ഈ നടക്കാൻ പറ്റാത്ത രോഗി ആയതുകൊണ്ട് അവരെ നമ്മൾ പമ്പയാറിൽ കൂടെ തന്നെ ഇവിടെ കൊണ്ട് എത്തിക്കാനായിട്ട് അവർ ദൃശ്യങ്ങളിൽ കാണുന്ന ആ വെള്ളത്തിൽ, ആ വശത്ത് കിടക്കുന്ന വെള്ളത്തിൽ കൊണ്ടുവന്നാണ്. അതെ ഈ ഇവിടെ കൊണ്ട് ഇറക്കാൻ പറ്റി. അതുപോലെ ഇവിടുത്തെ ഒരു ബുദ്ധിമുട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഈ റോഡിൽ വെള്ളം കിടക്കുന്ന പറഞ്ഞാൽ 6 കവിഞ്ഞ് കയറിയേക്കുന്ന വെള്ളമാണ്. ഈ സൈഡിലാണെങ്കിലും നമ്മൾ ഫ്രണ്ട് ലെവലിൽ നിൽക്കുന്ന സൈഡിലാണെങ്കിലും ഇത് ഇനി ഇവിടുന്ന് വെള്ളം താന്ന് പോയി എന്ന് പറഞ്ഞാലും വെള്ളം ആറ്റിന്ന് വലിഞ്ഞു പോയാലും ഈ വെള്ളം ഇവിടെ തന്നെ കിടക്കും. അതിനുള്ള കാരണം എന്ന് പറഞ്ഞാൽ ഇവിടെ ഓടയില്ല. ഈ വെള്ളം ഒഴുകിപ്പോകാനൊരു നിവൃത്തിയുമില്ല, ഓട സംവിധാനമില്ല. ഇത് പണ്ട് കാലത്ത് ഇവിടെ ഓട ഉണ്ടായിരുന്നു. ഇവിടെ ഒഴുകിപ്പോകാനൊരു സംവിധാനമൊക്കെ ഉണ്ടായിരുന്നു. അത് കാലങ്ങളിൽ ഓരോ വ്യക്തികളും ഒക്കെ ആയിട്ട് അത് അടഞ്ഞുമൊക്കെ പോയതിനാൽ ഇപ്പോൾ കയറുന്ന വെള്ളം അതുപോലെ ഇവിടെ കിടക്കും. വളരെ ദുരിതമായി. പ്രവർത്തിച്ചുകൊണ്ടിരുന്ന കടകളാണ്. ഇവിടെ പോസ്റ്റ് ഓഫീസ്, വളഞ്ഞോട്ടം പോസ്റ്റ് ഓഫീസ് പറഞ്ഞാൽ എൻ്റെ ചെറുപ്പകാലം മുതലേ ഞാൻ കണ്ടിട്ടുള്ളതാണ്. ഈ 2018 ഫ്ലഡിൻ്റെ ആ വെള്ളം കയറിയത് കാരണം പോസ്റ്റ് ഓഫീസ് കൂടെ അന്ന് അവർ ഇവിടുന്ന് മാറ്റേണ്ട ഒരു അവസ്ഥയിലേക്ക് വന്നു. അതേ അവസ്ഥയായിരുന്നു ഇത്. അപ്പം എന്തായാലും ഇത് തന്നെയാണ്. ഈ കടകളെല്ലാം ഈ അടഞ്ഞു കിടക്കുന്ന നിലയിലേക്ക് വലിയ പ്രശ്നങ്ങൾ ഈ പ്രദേശത്ത് എന്തായാലും ഉണ്ട്. ഇപ്പം ഈ ക്യാമ്പ് തുറന്നിട്ടുണ്ടോ നമ്മളിവിടെ? എവിടെയാണ്? കണ്ണശ്ശ സ്കൂളിലാണ്, ആലന്തുരുത്തി കണ്ണശ്ശ സ്കൂളിലാണ്. ഇപ്പം 156ഓളം ആളുകളുണ്ട്. ഇപ്പോൾ 3-4 പേരെ കൂടി ഇപ്പോൾ വള്ളത്തെ നമ്മൾ കൊണ്ടുവന്നുകൊണ്ടിരിക്കുന്നു. വൈകിട്ടാകുമ്പോൾ അതിൽ കൂടുതൽ ആൾ കൂടും. നിലവിൽ ഇന്നലത്തെ അപേക്ഷിച്ച് ഇന്ന് വെള്ളം കൂടുതലാണ് വീടുകളിൽ. എത്ര പേരാണ് ഈ വെള്ളം നിൽക്കുന്ന വീടുകളിൽ ഇപ്പം നിലവിലുള്ളത്? നിലവിൽ ഈ ഭാഗത്ത്, അതായത് ഈ 2ാം വാർഡിൽ പറയുവാണ് മിക്ക വീടുകളും ആളുകൾ മുകളിൽ തന്നെയാണ്. നമ്മൾ പരമാവധി അവരോട് പറയുന്നുണ്ട്. നമ്മൾ വാട്സപ്പ് ഗ്രൂപ്പിൽ 300 ആളുകൾ ഉള്ളത് അവരോടെല്ലാം പറയുന്നുണ്ട്, നിങ്ങൾ ക്യാമ്പിലോട്ട് മാറും. ഒരു സ്റ്റേജ് ഔട്ടായി കഴിഞ്ഞ് ഇവരോട് പറഞ്ഞു ഇവർ ജന്മം ചെയ്താൽ വരുത്തില്ല, നമ്മൾ എന്താ ഇവരെ ഇത് ചെയ്യുന്ന കൂട്ടം അവർ പറയുന്നത്. പക്ഷെ മാറുക, എല്ലാവരും സുരക്ഷിതമായി ഇരിക്കാൻ വേണ്ടി. ഇപ്പോൾ തന്നെ ഈ പുള്ളി 1ാം വാർഡിൻ്റെ മെമ്പറാണ്. പുള്ളിയൊക്കെ ഇന്നലെ രാത്രി 2 മണി തൊട്ട് എല്ലാവരോടും അവർ പറയുന്നു ഇറങ്ങി വരും, നമുക്ക് ക്യാമ്പിലോട്ട് മാറാൻ. എല്ലായിടം വെള്ളം. ക്യാമ്പിലേക്ക് മാറണമെന്നാണ് സർക്കാരിന്റെ അഭ്യർത്ഥന, റവന്യൂ വകുപ്പിന്റെ അഭ്യർത്ഥന. പലയിടത്തും പക്ഷേ പരാതികൾ പറയുന്ന ആരും വന്നില്ല എന്ന്. പക്ഷേ ക്യാമ്പിലേക്ക് മാറണമെന്ന പൊതു അഭ്യർത്ഥന തിരുവല്ല മേഖലയിൽ നിലനിൽക്കുകയാണ്. പലരും മാറുന്നില്ല, എല്ലാവരും വീട്ടിൽ തന്നെ തുടരുന്നു എന്നതാണ്